ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റുട്ടീൻ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, പാക്കുകൾ ചെയ്യാൻ സമയമില്ലാത്തവർക്ക്, ഇപ്പോൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് പാക്കുകളൊക്കെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, തയ്യാറാക്കി ഉപയോഗിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. മൺസൂൺ ഹെയർ കെയർ റുട്ടീൻ അല്ല, ഇത് ഏതൊരു സീസണിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അത് തന്നെ ഫോളോ ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ കെയർ റുട്ടീൻ. പിന്നെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാണ്, ചെറിയ മക്കൾക്ക് ഒരിക്കലും നിങ്ങൾ ഹെയർ പാക്കുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത്. ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് 13 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് കേട്ടോ. അവരാണ് എന്നോട് കൂടുതലായിട്ടും കമന്റിലൂടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്, സ്കൂൾ ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പോൾ എടുത്തു പറയാണ്, 13 വയസ്സിന് മുകളിലേക്ക് തണുപ്പ് പ്രശ്നമില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു റുട്ടീൻ പറയുന്നത്. ചെറിയ മക്കൾക്ക് ഒരിക്കലും നിങ്ങൾ ഹെയർ പാക്കുകൾ ചെയ്തു കൊടുക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്ന പാക്കുകൾ എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ്. അപ്പോൾ അത് ആ കുഞ്ഞുമക്കളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. ഒരിക്കലും നിങ്ങൾ അവർക്ക് ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ റുട്ടീൻ പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ മുടി രണ്ടു വശത്ത് മെടഞ്ഞ് കെട്ടിയിട്ടിട്ട് പോകണം, അപ്പം നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് മുടിക്കൊരു സ്മെല്ല് വരുന്നുണ്ട്, മുടിക്കായ വരുന്നുണ്ട്, അങ്ങനെ ഒരു 2-3 കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെച്ചിട്ട് പോവരുത് കേട്ടോ. മുടി കെട്ടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം, മുടിക്കായ മെയിൻ ആയിട്ട് പറയുന്ന പ്രശ്നം മുടിക്കായാണ്. മുടിക്കായൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. മുടിക്കായ വന്നു കഴിഞ്ഞാൽ പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. മുടി കട്ട് ചെയ്ത് കളയാൻ അല്ലാതെ നമുക്ക് വേറെ രക്ഷയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ റെമഡി ചെയ്താൽ ചിലപ്പോൾ മാത്രമേ നമുക്കത് ഫലിക്കുകയുള്ളൂ. അപ്പോൾ മുടിക്കായ വന്നിട്ടുള്ളവർക്ക് അതിന്റെ അനുഭവം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നവരൊക്കെയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി രാവിലെ തല നനയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കംഫർട്ട് ആവുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വൈകുന്നേരം തല നനയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ കുളിച്ചിട്ട് പോവുകയാണെങ്കിലും തല നനയ്ക്കാതെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. തല രാവിലെ നനച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മുടി ഉണങ്ങില്ല. പിന്നെ നമുക്ക് എന്തായാലും മുടി കെട്ടി വെച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകാൻ കംഫർട്ട് ആവുമെങ്കിൽ അങ്ങനെ കഴുകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വേർക്കുന്ന പ്രശ്നമോ സ്കാൽപ്പിൽ അങ്ങനെ വേർപ്പ് വരുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പറ്റുമെങ്കിൽ കേട്ടോ, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴുകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ പാക്കുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെറിയൊരു കെയറും കൂടി മുടിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റുട്ടീൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് കമന്റിലൂടെ ഇവരിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം അത്ര പറയാൻ മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ, വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പറഞ്ഞു തന്നാൽ പോരാ, നമുക്ക് ഡേ 1 എന്താണ് ചെയ്യേണ്ടത്, ഡേ 2 എന്താണ് ചെയ്യേണ്ടത്, ഡേ 3 എന്താണ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ എന്തായാലും റുട്ടീൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള റുട്ടീനും ഞാനിവിടെ എഴുതിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 1 മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഡേ 1 പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എപ്പോഴും റുട്ടീൻ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മോർണിംഗ് ഹെയർ കെയർ ചിലപ്പം ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, സ്കൂളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ നമുക്ക് എന്തായാലും മോർണിംഗ് ഹെയർ കെയർ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെയർ സെറം ഉപയോഗിക്കുക. ഹെയർ സെറം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടി പൊട്ടിപ്പോവാതിരിക്കാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാച്ചുറൽ ഹെയർ സെറം കൂടി ആകുമ്പോൾ നമുക്കതൊരു ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സെറം തയ്യാറാക്കി വെക്കട്ടെ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ ഹെയർ സെറം ചെയ്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ചിന്റെ പീല് വെച്ചിട്ടുള്ള ഹെയർ സെറം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അലോവേറയുടെ ഒരു ഹെയർ സെറം നമ്മൾ ചെയ്തിട്ടുണ്ട്. അലോവേറയുടെ ഹെയർ സെറം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. കാരണം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ സെറാണ് അലോവേറയുടെ ഹെയർ സെറം. ആ ഒരു ഹെയർ സെറം തയ്യാറാക്കിയിട്ട് നൈറ്റ് നിങ്ങൾ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്തിട്ട് പിന്നെ ചീകിക്കെട്ടൊക്കെ കളഞ്ഞിട്ട് കെട്ടി വെക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു സെറം തയ്യാറാക്കിയിട്ട് നൈറ്റ് ഹെയർ കെയർ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പൊ ഇനി ഡേ 1 എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡേ 1 നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുക. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് നിങ്ങൾ ഡേ 1 ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇന്നൊരു ദിവസം ഒരു ഓയിൽ ഉപയോഗിച്ചു, അടുത്ത ദിവസം വേറെ ഓയിൽ ഉപയോഗിച്ചു, അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഓയിൽ തേക്കുക. അന്നത്തെ ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക കേട്ടോ. അപ്പോൾ ഷാമ്പു ആണെങ്കിലും നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു സെലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണറും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടി അത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി ഒരിക്കലും നിങ്ങൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഡേ 1 ആണ് ഉപയോഗിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര് കമന്റിലൂടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഡെയിലി കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. കാരണം മുടിയിൽ ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കാനും പറ്റില്ല, മുടി കെട്ടി വെച്ചിട്ടൊക്കെ പോകണമല്ലോ. അപ്പോൾ ഡെയിലി ഷാമ്പു ഉപയോഗിക്കുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്നവരും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കെമിക്കൽ ഷാമ്പു ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഡേ 1 ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. ഇത്ര മാത്രം നിങ്ങൾ ഡേ 1 ചെയ്താൽ മതി. ഇനി അടുത്ത ദിവസം ഡേ 2 നിങ്ങൾ എന്താണ് മുടിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകാൻ കംഫർട്ട് ആകുന്നവരാണെങ്കിൽ ഡേ 2 നിങ്ങൾ മുടി കഴുകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കട്ടെ. രാവിലെ ഒന്ന് കുറച്ച് ഹെയർ സെറം മുടിയിൽ തേച്ചിട്ട് പിന്നെ മസാജ് ചെയ്ത് മുടി ചീകി കെട്ടി വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നൈറ്റും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസവും മുടി കഴുകുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അന്നത്തെ ദിവസം മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹെയർ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി കേട്ടോ. മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ, ഒരു കൂടിയ അളവിൽ ഓയിൽ തേക്കരുത്. കാരണം നമ്മൾ ഓയിൽ മുടിയിൽ നിന്ന് വെറുതെ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് വെറുതെ വെള്ളത്തിലൊന്ന് മുടി കഴുകണമെങ്കിൽ അങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഡേ 2 നമ്മൾ മുടിയെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. മുടി കഴുകുന്നവർക്ക് കഴുകാം, അല്ലാത്തവർക്ക് കഴുകേണ്ട ആവശ്യമില്ല. മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അടുത്തത് വരുന്നത് ഡേ 3 ആണ്. അന്നത്തെ ദിവസം നമുക്കിപ്പോൾ ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ സമയമില്ലാത്തവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ താളി ഉണ്ടല്ലോ, താളി അന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. താളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി താളി ഉപയോഗിക്കാം, വട്ടക്കുറുന്തോട്ടിയുടെ താളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാടത്താളി ഉപയോഗിക്കാം. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ചെമ്പരത്തി താളി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പാക്കായിട്ട് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മുടി കഴുകാനായിട്ട് മാത്രമാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഡേ 3 നിങ്ങൾ മുടിയിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേക്കുക. കൂടിയ അളവിൽ ഒരിക്കലും ഓയിൽ തേക്കരുത്. കുറഞ്ഞ അളവിൽ മുടിക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മുടിയുടെ മുകളിലൂടെ കുറച്ച് സ്കാൽപ്പിലും കുറച്ചൊന്ന് ഓയിൽ തേച്ചിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രഷ് ആയിട്ട് താളിയൊന്നും ഒരിക്കലും തയ്യാറാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾക്ക് താളിപ്പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. നിങ്ങൾ താളിപ്പൊടി തയ്യാറാക്കിയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി വാങ്ങിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മളിപ്പോൾ താളിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ താളിപ്പൊടി എടുത്തിട്ട് പോവുക. എന്നിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളത്തിൽ താളിപ്പൊടി ഇട്ട് വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് മുടിയിൽ ഉപയോഗിച്ചിട്ട് കഴുകുക. ഒരു 15 മിനിറ്റ് നേരമൊക്കെ മുടിയിൽ ഒക്കെ ഒരു പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 3-ാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഡേ 4 ആണ്. അപ്പോൾ ഡേ 4 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിലൊന്ന് മുടി കഴുകിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി താളി ഉപയോഗിക്കാൻ പ്രശ്നമില്ല, അങ്ങനത്തെ കുഴപ്പമില്ല, ഡെയിലി താളി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താളി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. നമ്മളങ്ങനെ ഹെയർ പാക്കുകൾ ഡെയിലി ഉപയോഗിക്കില്ല. പക്ഷെ താളി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ മുടിയും സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്ത് കൊടുക്കാം. മുടി കഴുകാത്തവർ കഴുകേണ്ട ആവശ്യമില്ല. മുടി കഴുകുന്നവർ വെറുതെ വെള്ളത്തിൽ കഴുകാം, അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഡേ 5 ആണ്. അപ്പോൾ ഡേ 5 ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പാക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ സെലക്ട് ചെയ്തില്ല. നിങ്ങൾ ഒട്ടും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡേ 3 എന്താണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ ഡേ 5 ചെയ്താൽ മതി. മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് താളി ഉപയോഗിക്കുക. ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ താളിപ്പൊടി ഉപയോഗിക്കുക. വീട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് താളിയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നവരാണെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകുക, അല്ലെങ്കിൽ താളി ഒരു പാക്കായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് താളി ഉപയോഗിക്കാൻ താല്പര്യമില്ല, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ലൈറ്റ് പാക്ക് ഉപയോഗിക്കാനൊക്കെ ഒരു സമയമുള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, മഴക്കാലത്ത് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് അരിച്ചെടുത്ത വെള്ളം
തണുത്ത് കഴിഞ്ഞിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അത് താല്പര്യമില്ല, പാക്കൊന്നും തയ്യാറാക്കാനുള്ള താല്പര്യം ഇല്ല എന്നാണെങ്കിൽ താളി തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഡേ 3 എന്താണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ ഡേ 5 നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ താളി ഉപയോഗിച്ച് മുടി കഴുകുന്ന അന്നും നിങ്ങൾക്ക് നൈറ്റ് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് ഹെയർ സെറം ഉപയോഗിച്ചിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്യാം കേട്ടോ. ഡെയിലി നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ കെയറിലെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് അത് തന്നെയാണ് കേട്ടോ. നമ്മൾ മുടി ചീകാതെ ഇങ്ങനെ ജട പിടിച്ച് കിടക്കുക അങ്ങനെയൊന്നും അത് അത്ര നല്ലതല്ല. അപ്പോൾ നൈറ്റ് ഹെയർ കെയർ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്നത് ഡേ 6 ആണ്. ഡേ 6 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മുടി ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ മുടി ഒന്ന് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മുടി കഴുകാത്തവർക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യേണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് വരുന്നത് ഡേ 7 ആണ്. അപ്പോൾ ഡേ 7 നമ്മുടെ വീക്ക് എൻഡ് വരുന്നൊരു ദിവസമാണ്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ലീവ് വരുന്ന ദിവസം ഉണ്ടല്ലോ, പിന്നെ സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ക്ലാസ് ഉണ്ട് എന്നറിയെങ്കിലും സൺഡേ ഒക്കെ വരുന്ന ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പാക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രോട്ടീൻ പാക്ക് നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു പാക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചൽ, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പാക്ക് കഴിഞ്ഞ റുട്ടീനിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ള എടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 2 മുട്ടയുടെ വെള്ളയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ അളവിൽ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. മുട്ടയാകുമ്പോൾ സ്മെല്ല് ഉണ്ടാവുമെന്ന് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ സ്മെല്ല് ഉണ്ടാവുള്ളൂ. വെള്ള ചേർത്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല. അത് വെറുതെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കെരാറ്റിൻ പാക്കുകൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. തണുപ്പ് പ്രശ്നമില്ലാത്തവർക്ക് കേട്ടോ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ പ്രോട്ടീൻ പാക്ക് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. നിങ്ങൾ വീട്ടിൽ ലീവിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസവും താളി തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ 7ാമത്തെ ദിവസം ഒരു പാക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കരിഞ്ജീരകം, ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പൊടിച്ചെടുത്തിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പൊടിച്ചെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെറുതെ കുതിർത്തിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾക്ക് അരിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് അരിച്ചെടുക്കാതെ ഒരിക്കലും നമ്മൾ പാക്കുകളൊന്നും ഉപയോഗിക്കലില്ല. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കാനൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ പൊടിച്ചെടുത്തിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് അല്ലാന്നാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഷാംപൂ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലതാണ്. നമ്മൾ കടലപ്പൊടിയും ചെറുപയർ പൊടിയും പിന്നെ ഉലുവയും ചേർത്തിട്ട് ചെയ്തൊരു പിന്നെ ഷാംപൂ പൗഡറാണ്. ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്കത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല. 6 മാസത്തോളമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഷാംപൂ പൗഡർ നിങ്ങൾ തയ്യാറാക്കിയിട്ട് പോവുകയാണെങ്കിൽ ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇപ്പോൾ 7ാമത്തെ ദിവസം അങ്ങനെ ഒരു പ്രോട്ടീൻ പാക്ക് ഉപയോഗിക്കേണ്ട ദിവസമൊക്കെ അങ്ങനെ ഒരു പാക്കൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് പോകാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 7ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് പ്രോട്ടീൻ പാക്കൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം പ്രോട്ടീൻ പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡേ 1 തൊട്ട് ഡേ 7 വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡേ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 8 വരുന്ന ദിവസം നിങ്ങൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് ഡേ 9 ആണ് വരുന്നത്. അപ്പോൾ 9ാമത്തെ ദിവസം നമ്മൾ ഡേ 1 എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് മുടിയിൽ ഓയിൽ തേക്കുക, കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കെമിക്കൽ ഷാമ്പു ഒരു ദിവസം മാത്രമാണ് നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 9ാമത്തെ ദിവസമാണ് കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഹെയർ കെയർ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് യാതൊരു വിധത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഒരു ദിവസം ഇപ്പോൾ താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വിടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ സ്കൂൾ ഹെയർ കെയർ റുട്ടീൻ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ചെയ്തത്. എനിക്കറിയാം ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളിതൊന്നും അറിയാത്തവരാണ്, ഈ ഒരു രീതിയിലല്ല നിങ്ങളുടെ ഹെയർ കെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു മാസം നിങ്ങളുടെ മുടിയിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുഡിൻ്റെ കാര്യം മെയിൻ ആണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫുഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒരു റുട്ടീനും കൂടി ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. ഡേ 1 തൊട്ട് ഡേ 7 വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പാക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. എങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതും പിന്നെ നാച്ചുറൽ ഷാംപൂ പൗഡർ പിന്നെ പ്രോട്ടീൻ പാക്ക് അങ്ങനെയുള്ള കുറച്ച് പാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പാക്കുകളുടെ ലിങ്ക്
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.